ഹായ് ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ഞങ്ങളുടെ രണ്ടാമത്തെ വ്ളോഗാണിത്, ഫുൾ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് ഒരു 10-12 മണിയാകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചീരത്തോരനാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ചോറിന് കറി ചുവന്ന ചീരയാണേ, നാടൻ ചീരയാണേ. അപ്പം അതിനുള്ളത് അരിഞ്ഞ് പെറുക്കി വെച്ചിട്ടുണ്ട്, തേങ്ങയും ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇത് ഉച്ചയ്ക്കത്തെ ചോറിനുള്ള കുക്കറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല ഇല ഇട്ടിട്ടുണ്ട് കേട്ടോ, ചെറിയ ഇലയാണേ. അതൊന്ന് നമുക്കൊന്ന് പൊരിക്കുകയും ചെയ്യണം, കറി വെക്കുകയും ചെയ്യണം. അപ്പം അതിനിടയ്ക്ക് എൻ്റെ കുഞ്ഞുവാവ ദാണ്ട് ഇവിടെ വന്നിരുന്ന് കൊച്ചു ടി വി കാണുന്നുണ്ടേ. ചേച്ചിമാരും ചേട്ടനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നാളെ അവർക്ക് പരീക്ഷയാണ്. അപ്പോൾ അതിനായിട്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് അവൾ കസേര വഴി വന്ന് കയറി ഇരിപ്പുണ്ട്. ഇനി മേശപ്പുറത്തോട്ട് കയറാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് സ്റ്റക്കായി പോയി, കൊച്ചു ടി വി കണ്ട് അവിടെ ഇരുന്ന് പോയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ടാണ് അവളോട് വന്ന് പതുങ്ങി നിൽക്കുവാണേ, ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുവാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ആ മേശയുടെ പൊക്കത്ത് വലിഞ്ഞു കയറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്നെ എന്താണെന്ന് എന്നോട് ചോദിക്കുവാണ് അവൾ. അമ്മ എന്താ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുവാണ്, വീഡിയോ എടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെ അവളവിടെ ചാരി അവിടെ ഇരിക്കുവാണ്. ഇനി കുറച്ച് നേരം കഴിയുമ്പം ആ കസേര മറിച്ചിടും. അങ്ങനെ മഴയൊക്കെ വലിയ മഴയൊന്നും പെയ്ത് അത്യാവശ്യ രീതിയിലുള്ള മുഴുത്ത മഴ തന്നെയായിരുന്നു പെയ്തത്. നല്ലോണം ഇറച്ചിലൊക്കെ അടിച്ച് നല്ല മുഴുത്ത മഴയായിരുന്നു. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തോർന്നിട്ടുണ്ട്, ഇടയ്ക്കൊന്ന് തൂളുന്നുമുണ്ട് കേട്ടോ, ചെറിയ രീതിയിൽ തൂളുന്നുമുണ്ട്. അപ്പം അതാണ്ട് അവിടെ വന്ന് മീൻകാരൻ വന്ന് നിൽപ്പുണ്ട്, അവിടെ മീൻ മേടിക്കാനായിട്ട്, കടയുടെ അവിടെ മീൻ മേടിക്കാനായിട്ട് അവിടെ വന്ന് നിൽപ്പുണ്ട്. അങ്ങനെ മീൻ വണ്ടി പോയി. അപ്പം ചെറിയൊരു തോർച്ചയൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവൾ കുസൃതി കാണിച്ച് കസേര മറിച്ചിട്ടു. ഇനി എൻ്റെ പൊക്കത്ത് വലിഞ്ഞ് കയറി അവിടെ നിന്നിട്ട് ഡാൻസും പാട്ടൊക്കെ കളിക്കാനായി ടി വിക്കകത്ത് പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കളിയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അവളുടെ ചിത്രക്കളികളാട്ടോ. സ്കെച്ച് പേനയൊക്കെ വെച്ച് നിലത്തൂടെയൊക്കെ വരച്ചും ഭിത്തിയെ കൂടെയൊക്കെ ചുമരെ കൂടെ എല്ലാം വരച്ച് കളർ പെയിൻറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേച്ചിയുടെയും ചേട്ടൻ്റെ കയ്യിലിരിക്കുന്ന സ്കെച്ച് പേനയൊക്കെ എടുത്തുകൊണ്ട് വന്ന് നല്ല രീതിയിൽ എല്ലാ വശവും കുത്തി വരച്ച് മാന്തി വരച്ച് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഡാൻസ് കളിക്കുന്നതാണ്, എന്നെ കളിച്ച് കാണിക്കുകയാണ് പാട്ടിട്ടുകൊണ്ട് ഡാൻസ് കളിക്കുക. അവർ പഠിക്കുന്നതുകൊണ്ട് അവരുടെ മുറി അടച്ചിട്ടൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ വീഡിയോയും കൂടെ എടുക്കുന്ന കണ്ടിട്ട് ഡാൻസ് കളിക്കുക അവൾ വീഡിയോയ്ക്കകത്ത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയും വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഞങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അവർ പഠിക്കാനായിട്ട് അതിനിടയ്ക്ക് കതക് തള്ളി തുറന്ന് അവൾ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പം ഇതെൻ്റെ മോള് ഇരുന്ന് പഠിക്കുന്ന സ്ഥലമാണേ. ഒരു മുറി തന്നെയാണ് രണ്ടുപേരും ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ എഴുതി പഠിക്കുന്നതിൻ്റെ അതാണ്, എഴുതി പേപ്പറിൽ എഴുതി ക്വസ്റ്റ്യൻ കളേഴ്സ് നോക്കി എഴുതി വെച്ചിട്ട് അത് നോക്കിയാണ് അവൾ പഠിക്കുന്നത്. മൊബൈലിൽ നോക്കിയിട്ടും പഠിക്കുന്നുണ്ട്, എഴുതി വെച്ചിട്ടും പഠിക്കുന്നതൊക്കെ ഉണ്ട്. എല്ലായിടത്തും ബുക്കുമൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ മോൻ്റെ പഠിക്കുന്ന ടേബിളാണേ, അവനവിടെ ഇരുന്നാണ് പഠിക്കുന്നത്. അവൻ കുറച്ച് നേരം പഠിക്കും, പിന്നെ എഴുന്നേറ്റ് പോവും, പിന്നെ വന്നിരുന്ന് കുറച്ച് നേരം കൂടെ വന്നിരുന്ന് പഠിക്കും. അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കതക് തള്ളി തുറന്ന് കയറി അവളുടെ ചേച്ചിയുടെ ചൂറ്റും പാത്രം എടുത്ത് അതിൻ്റെ അടപ്പൊക്കെ തുറന്ന് അതെടുത്ത് ഉരുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് ഇങ്ങനെ കമത്തി വെച്ചിട്ട് അതിൻ്റെ പൊക്കത്ത് കയറി നിൽക്കും, എന്നിട്ട് ഉരുണ്ട് വീഴും. അതൊക്കെയാണ് അവളുടെ പരിപാടി. അതിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്, മുട്ടയെ കുത്തി നിന്നിട്ട് പ്രാർത്ഥിക്കുവാണ് അവൾ. ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കും, കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കും, പിന്നെ അതേ കയറി കിടക്കും. അങ്ങനെയൊക്കെയാണ് അവളുടെ ഓരോരോ കൊച്ചു കളി തമാശകളൊക്കെ. എപ്പോഴും ഒന്നും കയറുമൊന്നുമില്ല, അടച്ച് കുറ്റിയിട്ടിട്ട് ഇരിക്കുന്നതാണ്. നേരത്തെ ഒന്ന് തല്ലുംപിടിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് കയറി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ചീര തോരൻ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്കത് തോരൻ വെക്കാവേ. കടുക് താളിച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്തോട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന്
ചേർത്ത് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പും എല്ലാം ഇട്ട് ഒന്ന് നല്ല രീതിയിൽ ഇളക്കി. ഞാൻ ഒത്തിരി തേങ്ങയൊന്നും ചേർത്തിട്ടില്ല, കുറച്ച് തേങ്ങയെ ചേർത്തിട്ടുള്ളൂ. ഇവിടെ ഒത്തിരി തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് കുറച്ച് തേങ്ങ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി, ഉപ്പെല്ലാം കൂടെ ഒന്ന് ഇളക്കി, ഉള്ള തേങ്ങയെല്ലാം ഒന്ന് ഇളക്കി കൂട്ടി ഒന്ന് തട്ടിപ്പൊത്തി ആവിക്ക് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കേ, ബൈ.